യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മത്തായി 7-8. ദൈവം അങ്ങ് ഉയരത്തിലിരിക്കുന്നു, നാം വളരെ ദൂരത്തിലാണ്, അവൻ അടുത്തുകൂടാൻ കഴിയാത്തവനാണ്, ഞാൻ നിസ്സാരനാണ്, പുഴുവാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് യാചിക്കുക എന്ന പദം വന്നിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മുടെ പിതാവാകുന്നു, നാം അവൻ്റെ മക്കളാകുന്നു. അതുകൊണ്ട് യാചിക്കുക എന്ന പദമല്ല, ചോദിക്കുക എന്ന പദമാണ് ശരിയായുള്ളത്. അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും അത് എത്ര വലിയ കാര്യമാകട്ടെ അത് കണ്ടെത്തുവാൻ കഴിയും. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. മുട്ടുമ്പോൾ ഏത് തുറക്കാത്ത വാതിലും നമുക്ക് തുറന്നു കിട്ടും. നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വിധം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചുവോ? നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് അന്നന്ന് നേരിട്ട് ചോദിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എൻ്റെ മകൻ എന്നോട് അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ പിതാവും പുത്രനുമായുള്ള ആ ഒരു ഹൃദയബന്ധം, ആ ബന്ധത്തിൻ്റെ ഊഷ്മളത എപ്പോഴും ഉണ്ടാകണം എന്ന് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം ഒരു സുപ്രീം പവറായി അവിടെ ഇരുന്ന് അധികാരം ചെയ്യുകയല്ല. തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്നേഹവാനായ ഒരു പിതാവായി നമ്മുടെ ആവശ്യങ്ങൾ അന്നന്ന് നാം ചോദിച്ച് അത് ദൈവം നമുക്ക് നൽകി കഴിയുമ്പോൾ നാം സന്തോഷത്തോടെ അവനോട് അതിന് നന്ദി പറഞ്ഞ് ആ ഒരു സ്നേഹബന്ധം, ആ ഒരു സന്തോഷം, പിതാവും പൈതലും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഇതൊരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ നാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുമ്പോൾ നമുക്കത് തീർച്ചയായും ലഭിക്കും. വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും. ഇത് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു പിതാവിനോടെന്ന പോലെ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പങ്കുവെക്കാം. ജയകരമായ ഒരു ജീവിതം നയിക്കാം.